പിശാചു ബാധിതനായ ഒരു ബാലനെ അപ്പൻ ഈശോയുടെ പക്കലേക്ക് കൊണ്ടുവരികയാണ്. ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 27 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മളിത് കാണുക. പിശാചു ബാധിതനെ അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ അവൻ സൗഖ്യപ്പെട്ട് വരുന്നത് നമ്മൾ കാണുകയാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ തന്നെ പിശാച് അവനെ നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചു. യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടി സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. സ്നേഹമുള്ളവരെ, ചില കാര്യങ്ങളൊക്കെ നമ്മുടെ കൺട്രോളിനപ്പുറമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. എല്ലാം എൻ്റെ കഴിവിൽ അധിഷ്ഠിതമാണ്, അതിന് താഴെ നിൽക്കുമെന്ന് വിചാരിക്കരുത്. ചില കാര്യങ്ങൾ എൻ്റെ കൺട്രോളിനപ്പുറമാണ്. ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ അവയ്ക്ക് മേലൊരു വിജയമെടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് തിരിച്ചറിയണം. പിശാചു ബാധിതൻ ആ മകൻ കർത്താവിൻ്റെ പക്കലേക്ക് വന്ന മാത്രയിൽ ഈ മകന് വ്യത്യാസമുണ്ടാവുകയാണ്. കർത്താവ് അതിനെ ശാസിച്ച് ആ മകനെ സൗഖ്യപ്പെടുത്തി പിതാവിനെ തിരിച്ചേൽപ്പിക്കുകയാണ്. കൊടുത്ത മകൻ പിശാചിനാൽ അധിഷ്ഠിതനാണ്. എന്നാൽ അവനെ സൗഖ്യപ്പെടുത്തി തൻ്റെ പൊന്നോമനെ കർത്താവ് ആ പിതാവിൻ്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവിൻ്റെ കരത്തിൽ ഫലമേൽപ്പിച്ചാൽ വ്യത്യാസമുണ്ടാകുമെന്ന് ഈ അപ്പൻ അറിയാം. ദൈവകരങ്ങളിൽ ഫലമേൽപ്പിക്കപ്പെട്ടതൊക്കെ സ്നേഹമുള്ളവരെ അതിൽ വ്യത്യാസമുണ്ടാകും, അതിൽ രൂപാന്തരീകരണം ഉണ്ടാകും, അതിൽ കൃപയുടെ ഇടപെടലുണ്ടാകും. നമ്മുടെ കഴിവിനപ്പുറത്തെ കാര്യങ്ങളുണ്ടെന്ന് വിശ്വസിക്കുക. ദൈവകരങ്ങളിലേക്ക്, കൃപയുടെ കരങ്ങളിലേക്ക് നമ്മൾക്ക് കീറാമുട്ടിയായ വിഷയങ്ങളുണ്ട്, സമർപ്പിച്ചു കൊടുക്കുക. അതിൽ വ്യത്യാസമുണ്ടാകുമെന്ന് വചനം ഉറപ്പു തരികയാണ്. സ്നേഹമുള്ള ദൈവത്തിലെ നിന്നെ അലട്ടുന്ന വിഷയങ്ങൾക്കൊരു പരിഹാരം യേശുവാണ് എന്ന് വിശ്വസിക്കുക. യേശുവിൻ്റെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചു കൊടുക്കുക. നിന്നെ അലോസരപ്പെടുത്തുന്ന, നിൻ്റെ അസ്വസ്ഥത, നിൻ്റെ സമാധാനം തല്ലിക്കെടുത്തുന്ന, നിന്നെ കരയിപ്പിക്കുന്ന, നിന്നെ അലട്ടുന്ന വിഷയങ്ങൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് ഈ പ്രഭാതത്തിൽ സമർപ്പിക്കാമോ? പരിഹാരം യേശു നിനക്ക് തരും. ആമേൻ.